പുറംകടലിൽ അപകടത്തിൽപ്പെട്ട MSC എൽസാ-3 കപ്പലിൽ നിന്ന് രാസവസ്തുക്കൾ കടലിൽ കലർന്നിട്ടില്ലെന്ന് കുഫോസ്. കേരള മത്സ്യബന്ധന സമുദ്രഗവേഷണ സർവകലാശാലയാണ് കുഫോസ്. മത്സ്യസമ്പത്ത് നിലവിൽ സുരക്ഷിതമാണെന്നും മീനുകൾ കഴിക്കുന്നതിൽ യാതൊരു ആശങ്കയും വേണ്ടെന്നും പ്രാഥമിക പഠന റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്ന കാൽസ്യം കാർബൈഡ് കടലിൽ കലർന്നിട്ടില്ലെന്നും മീനുകളും മീൻമുട്ടയും നിലവിൽ സുരക്ഷിതമാണെന്നും പഠനം വെളിപ്പെടുത്തുന്നു. MSC എൽസാ-3 കപ്പലിലുണ്ടായിരുന്ന കണ്ടെയ്നറുകളിൽ 13 എണ്ണത്തിലാണ് അപകടകരമായ രാസവസ്തുക്കൾ ഉണ്ടായിരുന്നത്. അതിലൊന്നിൽ കാൽസ്യം കാർബൈഡ് ആയിരുന്നു. അപകടത്തിനു ശേഷം മത്സ്യം കഴിക്കുന്നതിൽ പൊതുജനങ്ങളിൽ വലിയ ഭീതി നിലനിന്നിരുന്നു. ഇതോടെയാണ് കുഫോസ് പഠനം നടത്തിയത്. കൊല്ലം, ആലപ്പുഴ കടൽ മേഖലകളിൽ നിന്നാണ് പഠനത്തിന് സാമ്പിളുകൾ ശേഖരിച്ചത്. തുടർന്ന് കാൽസ്യം കാർബൈഡ് വെള്ളത്തിൽ ഇതുവരെ കലർന്നിട്ടില്ല എന്ന് കണ്ടെത്തി. കാൽസ്യം കാർബൈഡ് ക്രമാതീതമായി കലർന്നാൽ മീൻമുട്ടകൾ നശിക്കും. അങ്ങനെ വന്നാൽ അടുത്ത വർഷം മത്സ്യലഭ്യത കുറയ്ക്കാനിടയാകും. 5 അംഗ സമിതിയുടെ പ്രാഥമിക റിപ്പോർട്ട് നാളെയാണ് ഫിഷറീസ് വകുപ്പിന് സമർപ്പിക്കുക. അന്തിമ റിപ്പോർട്ട് 6 മാസത്തിനു ശേഷം നൽകും. ഇക്കഴിഞ്ഞ മെയ് 25-നായിരുന്നു കൊച്ചി പുറംകടലിൽ ലൈബീരിയൻ കപ്പൽ MSC എൽസാ-3 അപകടത്തിൽപ്പെട്ടത്. കേരള തീരത്തു നിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു അപകടം നടന്നത്. വിഴിഞ്ഞത്തു നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെയായിരുന്നു അപകടം. 600-ലധികം കണ്ടെയ്നറുകളായിരുന്നു കപ്പലിലുണ്ടായിരുന്നത്. കപ്പലിലെ 24 ജീവനക്കാരെയും കോസ്റ്റ് ഗാർഡും നേവിയും ചേർന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് അപകടത്തിൽ ഹൈക്കോടതി കർശന നിലപാട് സ്വീകരിച്ചിരുന്നു. MSC എൽസാ-3യുടെ ഉടമകളായ മെഡിറ്ററേനിയൻ ഷിപ്പ് കമ്പനിയുടെ മറ്റൊരു കപ്പൽ വിഴിഞ്ഞം തീരം വിടുന്നത് ഹൈക്കോടതി തടഞ്ഞിരുന്നു. കപ്പൽ മുങ്ങി ചരക്ക് നാശമുണ്ടായ സാഹചര്യത്തിൽ 5.5 കോടി രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് MSC കപ്പൽ കമ്പനി കെട്ടിവെക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു. ചരക്കുടമകൾ നൽകിയ 5 ഹർജികളിലായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവുണ്ടായത്. പരിസ്ഥിതിക്കുണ്ടായ നാശനഷ്ടം പരിശോധിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. കപ്പൽ അപകടങ്ങളിൽ കർശന നടപടി വേണം. ഒരു തവണ നടപടിയെടുക്കാതിരുന്നാൽ അക്കാര്യം ശീലമായി മാറും. പരിസ്ഥിതിക്കുണ്ടാകുന്ന നഷ്ടം സാമ്പത്തിക നഷ്ടമായി കണക്കാക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു.